ഹലോ മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? എനിക്കിപ്പം വന്ന മെസ്സേജുകൾ നോക്കുമ്പം വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി എന്നൊക്കെയാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊന്നും പറയാനില്ല. അത്യാവശ്യം എല്ലാ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിസ്സാരമായിട്ട് ഫുൾ മാർക്സ് വാങ്ങാം അല്ലെങ്കിൽ മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാം എന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കൂടെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ കീയും ലേറ്റ് ആവുന്നത്. ഇനി ആൻസർ കീ ചെക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഈ വീഡിയോ കാണേണ്ട ആവശ്യമേ ഇല്ല. ആൻസർ കീ ചെയ്യുമോ എന്ന് ചോദിച്ചുള്ള റിക്വസ്റ്റ് വന്നതുകൊണ്ട് മാത്രമാണ്. കാരണം ബോർഡ് എക്സാമിൻ്റെ പോലെ അല്ല, എക്സാം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എല്ലാവർക്കും ഒരു ടെൻഷനാണ്. കാരണം പലർക്കും ഇനി ഒരു ഇയർ പോവാണ്ട് അടുത്ത ഇതിലേക്ക് പോകാനൊക്കെ നിൽക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ നല്ല ടെൻഷനായിരിക്കും. അപ്പം എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ റിസൾട്ട് നമുക്ക് നല്ലതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വാല്യുവേഷൻ ടീച്ചേഴ്സ് നല്ല രീതിയിൽ ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് എന്തായാലും ആൻസർ കീ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ പേപ്പറിന്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വെച്ച് നോക്കിയാൽ മതി. വെൻ എ ഗ്ലാസ് റോഡ് ഇസ് റബ്ഡ് വിത്ത് സിൽക്ക് ഇറ്റ് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവ്സ് ഇലക്ട്രോൺസ് ടു സിൽക്കാണ്. കാരണം ഗ്ലാസ് റോഡും സിൽക്കും വരുമ്പോൾ ഗ്ലാസ് റോഡ് പോസിറ്റീവ്ലി ചാർജ്ഡും സിൽക്ക് നെഗറ്റീവ്ലി ചാർജ്ഡും ആണ്. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് കിട്ടുന്നത് കൊണ്ടാണ് സിൽക്കിന് നെഗറ്റീവ് ചാർജ് വരുന്നത്. സോ ഇറ്റ് ഗിവ്സ് ഇലക്ട്രോൺസ് ടു സിൽക്ക്. അടുത്ത രണ്ടാമത്തത് 1 വോൾട്ട് ഇസ് ഈക്വലന്റ് ടു. വോൾട്ട് എന്ന് പറയുന്നത് വർക്ക് ബൈ ചാർജ് ആണ്. വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ ആണ്, ചാർജിൻ്റെത് കുളുമ്പാണ്. സോ ജൂൾ പെർ കുളുമ്പാണ് ആൻസർ വരുന്നത്. മൂന്നാമത്തത് ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. സെൽഫ് ഇൻഡക്റ്റൻസ് ഇൻക്രീസസ് ആണോ ഡിക്രീസസ് ആണോ വെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് എ കോയിൽ ഇസ് ഡബിൾഡ്. അതായത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡിൻ്റെ ഇക്വേഷൻ എന്താണ്? L is equal to mu 0 n square, സ്മോൾ n square A ആണ് ആൻസർ അല്ലേ, ഇക്വേഷൻ അല്ലേ. അപ്പോൾ അവിടെ സെൽഫ് ഇൻഡക്റ്റൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക വെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഇസ് ഡബിൾഡ്. അപ്പം ഇൻക്രീസസ് ആണ് ആൻസർ. നെക്സ്റ്റ് ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഹാസ് മാക്സിമം ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടുതലുള്ളത് ഗാമ റേസിനാണ് ഫ്രീക്വൻസി കൂടുതലുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വിച്ച് പാർട്ട് ഓഫ് ദ ഹൈഡ്രജൻ സ്പെക്ട്രം ലൈസ് ഇൻ വിസിബിൾ റീജിയൻ. ഏതാണ്? ബാർമർ സീരീസ് ആണ് വിസിബിൾ റീജിയനിൽ ഉള്ളത്. മറ്റേത് UV റീജിയനിലും IR റീജിയനിലുമാണ് ബാക്കിയുള്ള സ്പെക്ട്രം, ബാക്കിയുള്ള സീരീസ് ഒക്കെ ഉള്ളത്. നെക്സ്റ്റ് SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് എ ലെൻസസ്. ലെൻസിൻ്റെ പവർ എന്താണ്? ഡയോപ്റ്റർ ആണ് ലെൻസിൻ്റെ പവർ, എൻ്റെ യൂണിറ്റ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഐസോടോൺസ് ഹാവ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. ഐസോടോപ്സിനാണ് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ്. ഐസോ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാസ് നമ്പർ സെയിം ആയിരിക്കും, അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. ഐസോടോൺസ് എന്ന് പറയുന്നത് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് വരുന്നതാണ് ഐസോടോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, എട്ടാമത്തെ ചോദ്യം. ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇസ് +4. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫയാണ്. ആൽഫയിലെ വാല്യൂ പോസിറ്റീവ് ആകുന്നത് മെറ്റൽസിനും അതുപോലെ കണ്ടക്ടേഴ്സിനുമാണ് ആൽഫയുടെ വാല്യൂ പോസിറ്റീവ് ആകുന്നത് കേട്ടോ. ഇനി തന്നിട്ടുണ്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് 2 മെറ്റീരിയൽസ് ആർ ഷോൺ ബിലോ, ഐഡന്റിഫൈ ദം. ആദ്യത്തേത് എന്താണ്? അലോയ്സ് ആണ്. അലോയ്സിന് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാറില്ല. അപ്പോൾ ഇതാണ്. പിന്നെ താഴേക്ക് വരുന്ന റെസിസ്റ്റിവിറ്റി കുറയുന്നത് ഇൻസുലേറ്റേഴ്സിനും സെമി കണ്ടക്ടേഴ്സിനുമാണ് റെസിസ്റ്റിവിറ്റി കുറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഗ്രാഫ് ഇൻസുലേറ്റേഴ്സിനും സെമി കണ്ടക്ടേഴ്സിനുമാണ്. ഓക്കെ, അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം. സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. മാഗ്നറ്റിസത്തിലെ ഗോസസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് B.ds is equal to എന്താണ് വരുന്നത്? 0 ആണ് അല്ലേ. മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈപോളാണ്. ഡൈപോളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണെങ്കിലും ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ഓഫ് എ ഡൈപോൾ ഇസ് ഈക്വൽ ടു 0 ആണ്. അതുപോലെ തന്നെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസത്തിനകത്ത് ക്ലോസ് ഇൻ്റഗ്രൽ ഓഫ് B.ds is equal to 0 ആണ്. ഈ ഒരു ലോ വെച്ചിട്ടാണ് നമ്മൾ മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്, ഡൈപോൾസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നത്. Write the relation between relative permeability and magnetic susceptibility. Relative permeability എന്ന് പറയുന്നത് μr ആണ്, magnetic susceptibility എന്ന് പറയുന്നത് chi ആണ്. അപ്പോൾ ഇതാണ് റിലേഷൻ വരുന്നത്. μr = 1 + chi ആണ് ആൻസർ കേട്ടോ. ഓക്കെ, പത്താമത്തത്. In a step-up transformer, the ratio of number of turns of primary to secondary is 1:10. അപ്പോൾ റേഷ്യോ ഓഫ് പ്രൈമറി ടു സെക്കൻഡറി NP/NS തന്നിട്ടുണ്ട്. 1:10 എന്ന് പറഞ്ഞാൽ 1/10 ആണ്. പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ട്, അതായത് EP തന്നിരിക്കുന്നത് 230 വോൾട്ട് ആണ്.
ലോഡ് കറണ്ട് തന്നിട്ടുണ്ട്. ലോഡ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറിയിലെ കറണ്ടാണ്, 2 ആംപിയർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് IP ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് ആദ്യം ES കണ്ടുപിടിക്കാം. ES കണ്ടുപിടിക്കാൻ എന്താണ്? ES/EP = NS/NP ആണ് അല്ലേ? അപ്പോൾ ES എന്ന് പറയുന്നത് എന്താ വരിക? ES = NS/NP × EP. ഈ NS എത്രയാണ്? NS 10 ആണ്. 10/1 × EP എത്ര തന്നിരിക്കുന്നത്? 230. അപ്പം നമുക്ക് 2300 എന്നാണ് കിട്ടിയത്. എന്താണ്? 2300 വോൾട്ട് എന്ന് കിട്ടി, ES കിട്ടിയത് കേട്ടോ. ഇനി IP ആണ് കണ്ടുപിടിക്കേണ്ടത്. IP കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ES/EP = IP/IS ആണ് റിലേഷൻ. ഇതിൽ നിന്ന് IP എന്താണ് കിട്ടുക? ES/EP × IS. ES എത്രയാണ്? ES is 2300 ഡിവൈഡഡ് ബൈ EP എന്ന് പറയുന്നത് 230 ആണ്. ഇൻറ്റു IS എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ 230/23 ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 10 വരും അല്ലേ? 10 2 × 10 എത്രയാണ്? 20 ആംപിയർ ആണ് IP-യിലെ കറണ്ട് വരുന്നത്. ഓക്കെ, 20 ആംപിയർ ആണോ നിങ്ങൾക്ക് കിട്ടിയത്? IP-യുടെ വാല്യൂ 20 അല്ലേ കിട്ടിയത്? കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇക്വേഷൻസ് ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? മാക്സ്വെല്ലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കപ്പാസിറ്റർ എടുത്തിട്ട് മാക്സ്വെല്ല് ഈ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഇടയിലായിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആവുന്നു അല്ലേ? ഒരേ പോയിന്റിൽ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആവുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടേമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെഫിനിഷൻ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: ഇറ്റ് ഈസ് നോട്ട് എ കറണ്ട് ബട്ട് ഇറ്റ് ആഡ്സ് കറണ്ട് ഡെൻസിറ്റി ടു ദ എന്താണ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഈ കണ്ടക്ഷൻ കറണ്ടിൻ്റെ കൂടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും കൂടെ വന്നാൽ മാത്രമേ ആ മാഗ്നറ്റിക് ഫീൽഡ് കറക്റ്റ് ആവുള്ളൂ. എന്താണ് ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? ഇനിയിപ്പോൾ അതൊന്നും എഴുതിയില്ല, ഇക്വേഷൻ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ε0 × dφ/dt. dφ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സിനെ വേരി ചെയ്യിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ കറണ്ട് ബട്ട് ഇറ്റ് ആഡ്സ് കറണ്ട് ഡെൻസിറ്റി ടു ദ മീഡിയം. ഓക്കെ, write an expression for the speed of electromagnetic waves in free space. C is equal to 1/√μ0 ε0 ആണ് equation, C യുടെ equation കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിന എസ്റ്റാബ്ലിഷസ് ദ ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ലൈറ്റ് വേവ്സ്? ഏതാണ്? പോളറൈസേഷൻ ആണ്. അടുത്തത്, റൈറ്റ് 2 യൂസസ് ഓഫ് പോളറോയിഡ്സ്. പോളറോയിഡ്സിൻ്റെ യൂസ് എന്തൊക്കെയാണ്? നമ്മൾ എയ്റോപ്ലെയിൻസിൻ്റെയും വെഹിക്കിൾസിൻ്റെയൊക്കെ വിൻഷീൽഡിൽ പോളറോയിഡ്സ് കൊടുക്കാറുണ്ട് ഗ്ലെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സൺഗ്ലാസസിൽ പോളറോയിഡ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു രണ്ട് യൂസ് ആയല്ലോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ അങ്ങനെയുള്ള 2 യൂസസ് ഒക്കെ നമുക്ക് എഴുതാം. ഓക്കെ, ഇൻ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് വാട്ട് ഈസ് ദ ഇമ്പാക്ട് പാരാമീറ്റർ ഫോർ സ്കാറ്ററിംഗ് ആംഗിൾ ഓഫ് 180 ഡിഗ്രി? ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ്ങിൽ ഇങ്ങനെ പോയിട്ട് അങ്ങനെ തന്നെ തിരിച്ചു വരുന്ന ആൾക്കാരുടെ ഇമ്പാക്ട് പാരാമീറ്റർ എന്താണെന്നൊക്കെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ 180 ഡിഗ്രിയിൽ തിരിച്ചു വരുന്ന ആളുടെ ഇമ്പാക്ട് പാരാമീറ്റർ 0 ആയിരിക്കും. ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടറും ആ ഇനീഷ്യൽ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസും തമ്മിലുണ്ടാക്കുന്ന ഡിസ്റ്റൻസ് ആണ് ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പോയി തിരിച്ച് ഇങ്ങനെ തന്നെ വരുന്ന ആൾക്ക് ഇമ്പാക്ട് പാരാമീറ്റർ എന്തായിരിക്കും? 0 ആയിരിക്കും. ആൽഫ സ്കാറ്ററിംഗ് 180 ഡിഗ്രി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത്, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇസ് -13.6 ഇലക്ട്രോൺ വോൾട്ട്. വാട്ട് ഈസ് അയനൈസേഷൻ ഓഫ് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദിസ് സ്റ്റേറ്റ്? അത് +13.6 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ കേസ് അല്ലേ. ഓക്കെ, അടുത്തത്, ഡിഫൈൻ മാസ് ഡിഫക്റ്റ്. മിസ് പറഞ്ഞിരുന്നു മാസ് ഡിഫക്റ്റ് ചോദിക്കുന്നു അല്ലേ. മാസ് ഡിഫക്റ്റ് എന്താണ്? ഇറ്റ് ഈസ് എ ഡിഫറൻസ് ഇൻ ദ മാസ് ഓഫ് ദ ന്യൂക്ലിയോൺസ് ആൻഡ് ദ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് അല്ലേ. And how is it related to binding energy? Delta m into c² ആണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ഡെൽറ്റ m into c² ആണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് കേട്ടോ. E=mc² വെച്ചിട്ട്. അടുത്തത്, ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് the magnitude of the charge and the separation between the charges. Is it a scalar or vector quantity? Sorry, it is a vector quantity ആണ്. electrodipole moment vector quantity ആണ്. Its direction is from negative to positive charge.
നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ ഇറ്റ്സ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? ടോർക്കിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? ടോർക്ക് ഇസ് ഈക്വൽ ടു PE sin തീറ്റയാണ്. കണ്ടീഷൻ എന്താ വരേണ്ടത്? ദ മാഗ്നറ്റിക് ഇത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് മാക്സിമം ടോർക്ക് വരിക, അല്ലേ? ടോർക്ക് ഇസ് ഈക്വൽ ടു PE എന്ന് കിട്ടും. നെക്സ്റ്റ്, a circle is drawn with a charge Q placed at the center. What is the work done in moving a point charge from R to S along the circumference of a circle? അതായത് ഒരു ചാർജ് ഇവിടെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെയായിരിക്കും. അതായത് ഈ പോയിന്റ് ആറും എസും എന്ന് പറയുന്നത് ഇതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ വരുന്നതാണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് നോ വർക്ക് ഇസ് ഡൺ ടു മൂവ് എ ചാർജ് ഓവർ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ഇവിടെ വർക്ക് എന്താണ് വരിക? 0 ആണ് വർക്ക് വരുന്നത് കേട്ടോ. ഒരു പ്രോപ്പർട്ടിയാണ്, ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ. അടുത്തത് എന്താണ്? റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. എത്ര? 4 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും 2 എഴുതുക. ഒന്നാമത്തത് നോ വർക്ക് ഇസ് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഓവർ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. രണ്ടാമത്തത് എന്താണ്? നോ 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ഇൻ്റർസെക്ട് ഈച്ച് അതർ. കാരണം ഇവർ ഇൻ്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ദർ ആർ 2 values of potential which is not possible. Okay. അടുത്തത് 17ാമത്തത്, when a positively charged particle enters perpendicular to a uniform magnetic field, the path of the charged particle will be circular. നമ്മൾ ഈ സെയുടെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ കൂട്ടത്തിൽ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂവിങ് ചാർജസിൻ്റെ ഡബിൾ പാസ് ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. സർക്കുലർ ആയിട്ടാണ് വരിക. അടുത്തത്, an electron enters with a velocity of 10⁵ meter per second at right angles to a magnetic field of 19 Tesla. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 19 ടെസ്ലയാണ്. റേഡിയസ് ഓഫ് ദ ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റേഡിയസിൻ്റെ ഇക്വേഷൻ ഇതാണ് വരുന്നത്. mv/bq ആണ്, നമ്മുടെ നോട്ടിലുള്ളതാണിത്. മാസ് തന്നിട്ടുണ്ട് 9.1 × 10⁻³ ഇൻറ്റു വി തന്നിട്ടുള്ളത് 10⁵ ആണ്, ഡിവൈഡഡ് ബൈ ബിയുടെ വാല്യൂ തന്നിരിക്കുന്നത് 19 ആണ്, ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്, ദാറ്റ് ഈസ് 1.6 × 10⁻⁻19 ആണ്. ഇതൊന്ന് സോൾവ് ചെയ്യാം കേട്ടോ. മിസ് അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, സോറി. 9.1 ഇൻറ്റു ഇത് ചെയ്ത് നോക്കുക. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇതാണ് സംഭവം. അപ്പം ഇതുവരെ വലിയ കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇതൊക്കെ ശ്രദ്ധിക്കാതെ ഈ ഇക്വേഷനൊക്കെ ചിലപ്പം പഠിക്കാതെ പോയവരുണ്ടാവാം. അപ്പോൾ പെട്ടെന്ന് ഇക്വേഷൻ കണ്ടപ്പം പക്ഷേ സംഭവം കണ്ടോ ചെയ്ത് വരുമ്പോൾ ഈസിയാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിന് നമുക്ക് കുറ്റം പറയാനില്ല. പക്ഷേ ഒരു സേ എക്സാം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെയൊക്കെ കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നുവെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ അല്ലേ, അല്ലെങ്കിൽ സേ എക്സാം അല്ലേ, ഒന്നും കൂടെ നന്നാവുമായിരുന്നു എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായമാണ്. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. 18ാമത്തെ ക്വസ്റ്റ്യൻ, ദ മാഗ്നറ്റിക് ഡൈപോൾ ഓഫ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഓഫ് ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇസ്. അതായത് കൈയുടെ വാല്യൂ ആണ്. ഡയാമാഗ്നറ്റിക്കിൻ്റെ കേസിൽ കൈയുടെ വാല്യൂ സ്മോൾ ആൻഡ് നെഗറ്റീവ് എന്നാണ് പറയുന്നത്. അപ്പം നെഗറ്റീവാണ് ആൻസർ. ഡയാമാഗ്നറ്റിന് സ്മോൾ ആൻഡ് നെഗറ്റീവ്, പാരാമാഗ്നറ്റിന് സ്മോൾ ആൻഡ് പോസിറ്റീവ് ആണ്, ഫെറോമാഗ്നറ്റിന് ലാർജ് ആൻഡ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ് ആൻസർ വരുന്നത്. മാഗ്നറ്റിക് ഡൈപോൾ ഇസ് ഫ്രീ ടു റൊട്ടേറ്റ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ദെൻ write the expression for the potential energy stored in the dipole. U in the equation വരുന്നത് -mb cos θ ആണ്. -mb cos θ അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം -m.b എന്നും എഴുതാം. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ പൊട്ടൻഷ്യൽ എനർജി ടു ബി മാക്സിമം ആൻഡ് മിനിമം? മാക്സിമം ആവണമെങ്കിൽ തീറ്റ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് u = -mb കിട്ടുക. ഓക്കെ, തീറ്റ 90 ഡിഗ്രി ആവുമ്പോൾ u എന്തായിരിക്കും? 0 ആയിരിക്കും. ബിക്കോസ് cos 90 ആണ്, cos 90 0 ആണ്. ഓക്കെ, അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ. അറിയാമല്ലോ, ഇതിപ്പോഴും ഒക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ. ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഏതാണ്? ഇറ്റ് ആക്ട്സ് ദ സെൻറ്റർ ഓഫ് ദ വേവ് ഫ്രണ്ട് ആക്ട്സ് ആസ് a point on the primary wavefront acts as center for the secondary disturbances from where secondary waves are originated. ഇതാണ് ഹൈഗൻസിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ പ്രൂവ് ദ സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. മിസ് പറഞ്ഞിരുന്നു വേവ് ഓപ്റ്റിക്സിൽ ഇന്നലത്തെ വീഡിയോയിൽ മിസ് പറഞ്ഞിരുന്നു റിഫ്ലക്ഷനും റിഫ്രാക്ഷൻ്റെയും ഏതെങ്കിലും ഒന്ന് പഠിക്കണം, തീർച്ചയായിട്ടും ചോദിക്കും എന്നുള്ളത്. അതായത് സ്നെൽസ് ലോ പ്രൂവ് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിഫ്രാക്ഷൻ വളരെ ഈസി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്.
നെക്സ്റ്റ് സ്റ്റേറ്റ് എനി ടു ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അതും നമ്മൾ ഡ്യുവൽ നേച്ചറിൻ്റെ ഡബിൾ പാസ് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്തൊക്കെയാണ്? നമ്മുടെ ഏതാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി ആയാൽ മാത്രമേ ഇലക്ട്രോൺസ് എമിറ്റഡ് ആവുള്ളൂ എന്നുള്ളത്. പിന്നെ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആണ് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് കൂടും, അതായത് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ. പിന്നെ എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ അല്ലേ? ഇതൊക്കെ നമ്മുടെ ലോയിൽ പറഞ്ഞതാണ്. നൗ വാട്ട് ഈസ് വർക്ക് ഫംഗ്ഷൻ? ഇറ്റ് ഈസ് എ മിനിമം എനർജി required by the electron to escape from the metal surface. അതാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ the amount of work done to release the electrons from the metal surface. Next, which property of the diode is used to rectify AC voltage? AC voltage rectify ചെയ്യാനായിട്ട് എന്താണ്? ഡയോഡ് ഇൻ ദ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ കണ്ടക്ട്സ് കറണ്ട് ആൻഡ് ഡയോഡ് ഇൻ ദ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ ഡസ് നോട്ട് കണ്ടക്ട് കറണ്ട്. അതായത് അതിൻ്റെ പ്രിൻസിപ്പിൾ തന്നെയാണ് എഴുതേണ്ടത്. അത് നമ്മൾ പ്രിൻസിപ്പിൾസിൻ്റെ കൂട്ടത്തിൽ ലോസ് ആൻഡ് പ്രിൻസിപ്പിൾ ചെയ്തപ്പോൾ പ്രിൻസിപ്പിളിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. With the help of a circuit diagram, explain the working of half wave rectifier. അത് നമ്മുടെ ഡബിൾ പാസ് ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, സെമി കണ്ടക്ടേഴ്സിൻ്റെ അത്. ഓക്കെ, നെക്സ്റ്റ് derive an expression for the equivalent capacitance of two capacitors connected in parallel. പാരലൽ എന്ന് പറയുമ്പോൾ CP equals C1 plus C2ൻ്റെ ഡെറിവേഷൻ. Sketch a graph to show the variation of charge with the potential of a capacitor. നമ്മൾ ഇങ്ങനെയാണ് എന്താണ് വരിക? ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും. Q directly proportional to V ആണ്. വാട്ട് ഡസ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ് റെപ്രസെൻറ്റ്? ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു ക്യൂ ഇൻറ്റു വി ആണ്. എന്താണ് ഹാഫ് ക്യൂ ഇ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ അല്ലേ ഇൻ സ്റ്റോറിങ് ദ ചാർജ്. ഓക്കെ, അടുത്തത് 23ാമത്തത് എല്ലാവരും ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. കിർച്ചോഫിൻ്റെ വോൾട്ടേജ് ലോ ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സിഗ്മ IR ഇസ് ഈക്വൽ ടു സിഗ്മ ഇ. അവസാനത്തെ ഈ ഭാഗമൊക്കെ പിന്നെയും കുഴപ്പമില്ല, ആദ്യത്തെ ഭാഗത്താണ് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? ഓക്കെ, അതായത് സം ഓഫ് ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു 0. കിർച്ചോഫ് വോൾട്ടേജ് ലോ ആണ്. ദിസ് ഇസ് ബേസ്ഡ് ഓൺ ദ കൺസർവേഷൻ ഓഫ് എനർജി എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം, ആവശ്യമില്ല, ഇത് മാത്രം എഴുതിയാൽ മതി. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം അറൈവ് അറ്റ് ദ വീൽസൺ പ്രിൻസിപ്പിൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? P/Q equals R/S. അടുത്തത് an EMF is induced in a coil due to the change of antiflux in the same coil. സെയിം കോയിൽ എന്ന് എടുത്ത് പറഞ്ഞതുകൊണ്ട് ഇതെന്താണ്? സെൽഫ് ഇൻഡക്ഷൻ ആണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് derive an expression for the energy stored in an inductor. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് L/I²ൻ്റെ ഡെറിവേഷൻ ചെയ്യുക. ഡ്രോ ദ റേ ഡയഗ്രാം ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. മിസ് ഇന്നലെ പറഞ്ഞിരുന്നു റേ ഓപ്റ്റിക്സിൻ്റെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കണമെന്നൊക്കെ. അപ്പോൾ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. റിഫ്രാക്ഷൻ ടെലിസ്കോപ്പ് നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ലെങ്കിൽ വിട്ടേക്കൂ, പക്ഷേ സിമ്പിളും കോമ്പൗണ്ടിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിരുന്നു. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ശരിക്കും ഈ ഡെറിവേഷൻ ആയിട്ട് പഠിക്കണോ എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കുക. MO × ME. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഡിറൈവ് ചെയ്യാനാണ് പറയുന്നത്. മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഇൻറ്റു മാഗ്നിഫിക്കേഷൻ ഓഫ് ദ IPs ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + D/F ഇൻറ്റു VO/UO ആണ് ഇക്വേഷൻ വരുന്നത് കേട്ടോ. മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഇൻറ്റു മാഗ്നിഫിക്കേഷൻ ഓഫ് IPs. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ. V/U എന്ന് എഴുതിയാൽ മതി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇനി ഇത് ഡിറൈവ് ചെയ്തിട്ടില്ല എങ്കിൽ 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഡിറൈവ് ചെയ്യണം എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. നമുക്ക് നോക്കാം, ചിലപ്പം അതൊന്ന് ഇക്വേഷൻ എഴുതിയാൽ തന്നെ മാർക്ക് തരുമെന്നുള്ള രീതിയിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഡിഫൈൻ ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് പെർപെൻഡിക്കുലർ ത്രൂ എ സർഫസ് ആണ്. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് നമുക്ക് E.A ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താണ് വരിക? ഇയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കുളുംബ്, ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. അപ്പോൾ ന്യൂട്ടൺ പെർ കുളും മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇലക്ട്രിക് ഫീൽഡിൽ നമുക്ക് വോൾട്ട് പെർ മീറ്റർ എന്നുള്ള യൂണിറ്റും ഉണ്ട്. അപ്പോൾ വോൾട്ട് പെർ മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ കട്ടായി കഴിഞ്ഞാൽ വോൾട്ട് മീറ്റർ. ഇതും യൂണിറ്റ് ആണ് കേട്ടോ. ഫൈയുടെ 2 യൂണിറ്റ് ഉണ്ട്. ഒന്നുകിൽ ന്യൂട്ടൺ പെർ കുളും മീറ്റർ സ്ക്വയർ എന്ന് എഴുതുക, അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ എന്ന് കൊടുക്കുക. നെക്സ്റ്റ്, യൂസിങ് ഗോസസ് ലോ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് due to an ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. E is equal to എന്താ കിട്ടുന്നത്? λ/2πr ε0 ഇൻറ്റു n cap എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റേറ്റ് ബയോട്ട്-സവേർട്ട്സ് ലോ. അറിയാലോ, സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാം അല്ലേ? Using this law, derive an expression for the intensity of magnetic field at the center of a circular coil carrying current. അതായത് B is equal to μ0/2 into I/R. R is the radius of the coil. ഇതാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. ഇത് പഠിക്കണേ എന്ന് മിസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂവിങ് ചാർജസ് ചെയ്യുമ്പോൾ അല്ലേ?
ഓക്കെ, ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് AC voltage E is equal to E0 sin omega t is applied across the capacitor of capacitance C. Derive an expression for the instantaneous current I. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഇതിൻ്റെ ഫേസർ ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് ഐയുടെ ഇക്വേഷൻ. അടുത്ത ബി പാർട്ട് എന്താണ്? എ കപ്പാസിറ്റർ ബ്ലോക്സ് DC ബട്ട് അലൗസ് AC എക്സ്പ്ലെയിൻ. അതായത് കപ്പാസിറ്റൻസ് XC is equal to 1/C ഒമേഗയാണ്. ദാറ്റ് ഈസ് 1/C into 2πf ആണ്. DC-യുടെ കേസിൽ F 0 ആകും. F 0 ആകുമ്പോൾ X is equal to 1/0 എന്ന് വരും. എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ് DC-ക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സി സർക്യൂട്ട് DC-യെ ബ്ലോക്ക് ചെയ്യുന്നത്. പക്ഷേ AC-യുടെ കേസ് എടുക്കുമ്പം ആ ഒരു പ്രശ്നം വരുന്നില്ല. AC എന്ന് പറയുമ്പം ഫ്രീക്വൻസി ഉണ്ട്, ഫ്രീക്വൻസി ഉള്ളപ്പം അത് ഇത് കപ്പാസിറ്റർ സി സർക്യൂട്ട് AC-യെ ബ്ലോക്ക് ചെയ്യത്തില്ല, പക്ഷേ DC-യെ ബ്ലോക്ക് ചെയ്യും. അറ്റ് റെസൊണൻസ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പവർ ഫാക്ടർ ഇൻ ദ കേസ് ഓഫ് LCR സീരീസ് സർക്യൂട്ട്? പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഫൈ ആണ്. കോസ് ഫൈയുടെ വാല്യൂ LCR സീരീസ് സർക്യൂട്ട് റെസൊണൻസിൽ എന്ന് പറയുമ്പം ഇറ്റ് ആക്ട്സ് ആസ് R സർക്യൂട്ട് ആണ്. ആ കേസിൽ കോസ് ഫൈയുടെ വാല്യൂ 0 ആണ്. അതായത് കോസ് ഫൈയുടെ വാല്യൂ എന്താണ് വരിക? 1 ആണ് വരിക. P is equal to ERMS into IRMS into cos phi ആണ്. പക്ഷേ LCR സർക്യൂട്ടിൻ്റെ കേസിൽ കോസ് ഫൈയുടെ വാല്യൂ 1 ആണ്. ബിക്കോസ് ഫൈ ഇസ് ഈക്വൽ ടു 0, കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പം വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പവർ ഫാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഫൈ ആണ്. അപ്പം അതിൻ്റെ വാല്യൂ വരുന്നത് 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് യൂസിങ് ദ ഇക്വേഷൻ ഫോർ റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ്. ഇത് ഡെറൈവ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇന്നലെ പറഞ്ഞിരുന്നു. റേ ഓപ്റ്റിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് പറഞ്ഞത്. ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഡിറൈവ് ചെയ്തിട്ടുണ്ടാവണം. A convex lens of refractive index 1.5 is immersed in a medium of refractive index 1.65. അതായത് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. അത് കൊണ്ട് വെക്കുന്നത് അതിനേക്കാളും കൂടുതലുള്ളൊരു മീഡിയത്തിലേക്ക് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലെൻസ് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആയിട്ടാണോ ആക്ട് ചെയ്യുക? ഡൈവേർജിങ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. അത് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് വരും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല 1/f = n-1 into എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അവിടെ ഫോക്കൽ ലെങ്തിൻ്റെ വാല്യൂ വരുന്നത് നെഗറ്റീവാണ് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെൻസ്, അതായത് കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് ആയിട്ട് ആക്ട് ചെയ്യും. കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേർജിങ് ലെൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. സോ ഇതിനകത്ത് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ചിലപ്പോൾ ചില ആൻസേഴ്സൊക്കെ, അതായത് യൂസസ് ഓഫ് പോളറോയിഡ്സ് ഒക്കെ നമ്മൾ നിങ്ങളുടേതായിട്ടുള്ള ഉത്തരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവാം. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരുവിധം ലോജിക്കലി കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും അല്ലേ? അല്ലാണ്ട് വേറെ കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. പക്ഷേ കുറച്ചൊന്ന് നല്ലോണം ചോദിച്ചിട്ടുണ്ട്. കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അവസാനത്തെ ഭാഗമൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അല്ലേ? നമ്മളെപ്പോഴും പറയുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. സോ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. വാല്യൂഷൻ കുറച്ച് ലിബറൽ ആയിരിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം എന്താണ് മീൻസ് എല്ലാ വീഡിയോയുടെയും 2-3 വീഡിയോയുടെ അവസാനം പറഞ്ഞ പോലെ വീണ്ടും പറയുകയാണ്, അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. നിങ്ങളിവിടെ തന്നെ ഉണ്ടാവണം. കാരണം നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ടാണ് മീൻസ് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു സ്ട്രെങ്ത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും, നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താണ് നെയ്ബേഴ്സോ കസിൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സിനോ ഒക്കെ മിസ്സിൻ്റെ ചാനൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. റിസൾട്ട് വരുമ്പോൾ മിസ്സിനെ അറിയിക്കുക. നിങ്ങൾ ഒത്തിരി പേരെ നിങ്ങളെ നേരിട്ട് കാണാത്തവരെയൊക്കെയാണല്ലോ മിസ്സ് പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ ഒന്ന് റിസൾട്ടൊക്കെ അറിയിക്കുമ്പോൾ ഇപ്പോൾ തന്നെ കുറേ പേര് മിസ് എളുപ്പമായിരുന്നു അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ടഫായി തോന്നി എന്നൊക്കെ പറഞ്ഞ് അയക്കുമ്പോൾ നിങ്ങൾ മിസ്സിനെ ഓർക്കുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പം അത് മുന്നോട്ടും ഉണ്ടാവണം. ഓക്കെ, സോ നമുക്കിനി ഇനി കാണാമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം കാണാൻ എന്നുവെച്ചാൽ വീഡിയോയിലൂടെ കാണാനുള്ള ഇട ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങൾ ഈ എക്സാമിൽ തന്നെ പാസ്സായി പോട്ടെ. എപ്പോഴെങ്കിലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.